മതി 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 മതി. ഹായ് ഗായ്സ്, വെൽക്കം ടു ഡബിൾ ബാരൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കറിയാം കുറേ നാളായി ഞങ്ങളിപ്പോൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പനി പിടിച്ച് കിടപ്പായിരുന്നു. നല്ല പനിയായിരുന്നു. പിന്നെ എനിക്ക് പനിയില്ല, ഇപ്പോൾ പനിയിലേക്ക് കയറി വരുന്നു. എൻ്റെ പനിയാണ്, ഇവൻ്റെ പനി കിട്ടിയതാണ്. അപ്പോൾ ഗായ്സ്, ഇവന് പനി ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ വരുന്നതെന്ന് വെച്ച് ഞാനും വീഡിയോ എടുത്തില്ല. പിന്നെ അമ്മുവില്ല, അമ്മുവിനെ പഠിക്കാനായിട്ട് കൊണ്ടുവിട്ടു, ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ വീഡിയോയ്ക്ക് മുന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് അമ്മു പഠിക്കാൻ പോകും, പിന്നെ അവൾ ഒരു 10-15 ദിവസം അവിടെ ആയിരിക്കും, അവിടെ സ്റ്റേ ചെയ്ത് പഠിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി അവൾ അടുത്ത വീഡിയോയിലൊക്കെ കാണത്തുള്ളൂ എന്നൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പോയി, ഇനി അടുത്ത വീഡിയോസ് ഞങ്ങളുടെ ഒരു മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അവൾ അതുകൊണ്ടായിരുന്നു ഈ വീഡിയോ ഒന്നുകൂടെ എനർജറ്റിക് ആയാണ്. അപ്പോൾ അവൾ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കുറവൊക്കെ കാണും. അപ്പം ഞങ്ങൾ മാത്രമായിട്ട് എങ്ങനെയൊക്കെ മാക്സിമം നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റും അങ്ങനെ തന്നെ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം അതുമല്ല, ഞങ്ങൾ വീഡിയോ ഇടാത്തപ്പോൾ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് കുറേ പേര് മെസ്സേജ് ചോദിച്ചായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇതുപോലെ വലിയ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടില്ലെങ്കിൽ റീച്ച് പോകും, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് പോകും എന്നൊക്കെ ഞങ്ങൾ കുറേ പേര് ഇങ്ങനെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ കാണാതിരിക്കുമ്പോഴും ഞങ്ങളെ പേഴ്സണലായിട്ട് മെസ്സേജ് അന്വേഷിക്കുന്നവർക്ക് വളരെയധികം താങ്ക്സ് ഉണ്ട്. പിന്നെ അവരുടെ സ്നേഹം നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരുടെ റെക്കമെൻഡേഷൻ കൊണ്ട് മാത്രമേ ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് അതുപോലെ വയ്യാണ്ടിരിക്കുക, ഈ വീഡിയോ ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിച്ചതേ അല്ല. അതെ, ഒരു പുതിയ വീഡിയോ ചെയ്യാൻ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ പനിയാണെങ്കിലും വീഡിയോ ചെയ്യാം എന്നുള്ള ഇതുകൊണ്ടാണ് ഇന്ന് എഴുന്നേറ്റെന്ന് ലേറ്റ് ആയിട്ടാണ്. എത്ര 11 മണി 12 മണി ആയപ്പോൾ എഴുന്നേറ്റ്. അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാണ് ഞങ്ങൾ ഈ വീഡിയോയെ പറ്റി ചിന്തിക്കുന്നതും ഈ വീഡിയോയ്ക്ക് വേണ്ടി, ഈ ചലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഈ ഐറ്റംസ് ഒക്കെ പോയി വാങ്ങിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഇന്നും ഒരു ചലഞ്ച് തന്നെയാണ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു അടിപൊളി ചലഞ്ചുമായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഈ ചലഞ്ചിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ വലിയ പുതുമയൊന്നുമില്ല ഗൈസ്, എല്ലാവരും ചെയ്ത് പഴകിയ സാധനങ്ങൾ ഞങ്ങളെ കൊണ്ടാകുന്ന വിധം മാക്സിമം എൻ്റർടൈൻ ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. മോനെ, ഇന്നവേറ്റീവ് അല്ല, ഇന്നവേറ്റീവ്. ഓക്കെ. എൻ്റെ നാക്കൊന്നുമല്ല, എൻ്റെ നാക്ക് മാത്രമൊന്നുമല്ല പുളുക്കുന്നോ ഗൈസ്. ഇത് വലിയ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ചലഞ്ചൊന്നുമല്ല, അത്യാവശ്യം എല്ലാവരും ചെയ്ത് പഴകിയ സാധനങ്ങളൊക്കെ തന്നെയാണ്. അത് ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ എങ്ങനെ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നോ അതിലാണ് ഇന്നവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു ചലഞ്ചിൻ്റെ പേര് ഈറ്റ് ഇറ്റ് ഓർ വെയർ ഇറ്റ്. ഒന്നുകൂടെ പറ. ഇറ്റ് ഓർ വെയർ ഇറ്റ്. ഓക്കെ. കറക്റ്റാണല്ലോ, ഞാനെന്തിനു പറഞ്ഞു വയ്യ കേട്ടോ. ഞാൻ ഒരു തവണ നാക്കുളുക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ നാക്കുളുക്കും എന്നൊന്നുമില്ല കേട്ടോ. കറക്റ്റാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇത്രയും പറഞ്ഞിനി നീട്ടിക്കുന്നില്ല, നമുക്കിനി ചലഞ്ചോട്ട് പോയാലോ. അത് ചലഞ്ച് എന്താണെന്നും മൊത്തത്തിലൊന്ന് പറഞ്ഞു കൊടുക്കുക, എന്നിട്ടല്ലേ ചലഞ്ചിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ചലഞ്ച് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത്ര ഐറ്റംസ് ഉണ്ട് ഇവിടെ, 14 ഐറ്റംസ് ഉണ്ട്. ആ 14 ഐറ്റംസും ഇതിൽ ലോട്ടിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അടുത്തൊരു ബൗളിൽ വേറെ, ഇത് ഈറ്റ് ഓർ വേറെ. അപ്പോൾ ഈ ഒരാൾ, അപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ, ഇവനാണെങ്കിൽ ഇവൻ. ആദ്യമേ ഞാനോ ഇവനോ എടുക്കും. അപ്പോൾ എടുക്കുന്നയാൾ തുറന്ന് നോക്കിയിട്ട് ഇതിൽ നിന്നൊരു ലോട്ട് എടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് എടുക്കുന്നത് ഈറ്റാണോ വേറാണോ നോക്കിയിട്ട് അത് ഒന്നുകിൽ ഈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ദേഹത്തോട്ടിരിക്കണം. അത്രയേ ഉള്ളൂ സംഭവം. അപ്പം അത്രയേ ഉള്ളൂ ചലഞ്ച്. അപ്പോൾ ഇതെല്ലാം കുടിക്കുക അല്ലെങ്കിൽ കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കുള്ള പരിപാടിയാണ്. പിന്നെ ദേഹത്തോട് ഒഴിക്കുന്നതും ഭയങ്കര ടാസ്ക്. ഇന്ന് എനിക്ക് എന്തായാലും ഒരു ഇളവ് വേണം, കാരണം പനിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് തലയിൽ കൂടെ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഇളവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് നമ്മൾ ക്യാമറയുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അഭിനയിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ പണ്ട് ആരോ പറഞ്ഞതുപോലെ ദി ഷോ മസ്റ്റ് ഗോ ഓൺ. അതാ ഞാൻ പറയാൻ വന്നത്, കോമാളി കരയാൻ പാടില്ല, ദി ഷോ മസ്റ്റ് ഗോ ഓൺ. അപ്പോൾ ഗൈസ്, നമുക്ക് ചലഞ്ചിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ചലഞ്ച് ആരെടുക്കും? നീ എടുക്കണം, ഞാൻ എടുക്കണം? ഞാൻ എടുക്കാം. ഓർഡർ ഇവൻ അവൻ ഞാനെടുക്കും. അപ്പോൾ ഇവനാണ് ടോസ് കിട്ടിയവനാണ്. സിമ്പിളാണ് ഗൈസ്, സിമ്പിളാണ്. തൈര്. അപ്പോൾ ആദ്യം അവന് കിട്ടിയത് എടുത്ത് മാറ്റി വെക്കണേ, തൈര്. അതിന് കഴിക്കണോ ദേഹത്തൂടെ തേക്കണമെന്ന് നമുക്ക് കണ്ടറിയാം. എടുത്താൽ കളയവൻ. ഈറ്റ് ഗൈസ്, ഈറ്റ്.
തൈരാണ്ട് വലിയ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഉടക്കി വെക്കും. യെസ്, നീയാണ് നമ്മുടെ തൈര്. അപ്പോൾ ഇത് ഞാൻ കുടിക്കുന്നു. എന്തൊരു പൊളിയാ. ഓക്കെ, മൊത്തം കുടിച്ചോ നീ? മൊത്തം അങ്ങനെ മൊത്തം പകുതിയൊക്കെ കുടിച്ചാൽ മതി. മൊത്തം കുടിക്കണം. അത് ഞാനല്ലേ ഈ ടാസ്ക് മാറ്റി വെച്ചോ. യെസ്, കംപ്ലീറ്റ്. ഇതിനാ ഞാൻ മറ്റേ പൊക്കോള്. ഗൈസ്, ഗോതമ്പ് പൊടി അല്ല, മഞ്ഞൾ വെള്ളം, സോറി ഗൈസ്, മഞ്ഞൾ വെള്ളമാണ്. ഇപ്പം കണ്ടാൽ നിങ്ങൾ വിചാരിക്കുന്നത് ജ്യൂസാണ്. ഇതാണ് മഞ്ഞൾ ആ വേറെ അത് ഇതെടുക്ക്. ഈറ്റ് ഓർ വേറെ ഇറ്റ്. അയ്യോ, അത് ശരിയാണല്ലോ. കിടക്ക്. ഈറ്റ്. ഇത് നല്ല ഈറ്റാണല്ലോ വരുന്നത്. ടാസ്ക് ആയിട്ടൊന്നും കിട്ടുന്നില്ല. ഇനി അത് കണ്ണടച്ചെടുത്താൽ മതി. അപ്പോൾ ഗൈസ്, ഞാൻ ഈ മഞ്ഞൾ വെള്ളം കുടിക്കണമെന്നാണ് ഇവർ പറയുന്നത്. മൊത്തം കുടിക്കണോ? ആ, എങ്ങനെയുണ്ട്? പിന്നെ മഞ്ഞൾ വെള്ളം കുടിച്ച് ഞാൻ പറയുന്നത് എങ്ങനെയുണ്ടെന്ന് കൂടെ പറയാം. നല്ല മഞ്ഞൾ വെള്ളം എനിക്കറിയത്തില്ല. എടുക്ക. നെക്സ്റ്റ് ഗൈസ്, നെക്സ്റ്റ്. കണ്ണടച്ചെടുക്കാം. അയ്യോ, മഞ്ഞവെള്ളം കുടിച്ചപ്പോൾ ഒരു ആശ്വാസം. ഡ്രൂൾസ് ഞങ്ങളിതിൽ വെറൈറ്റി ആയിട്ട് പട്ടിക്ക് കൊടുക്കുന്ന ഫുഡ്. ഇനി അത് കഴിച്ചിട്ട് ഞാൻ പട്ടിക്കൂടിലൂടെ കയറിയിരുന്ന പട്ടിക്ക് പകരമാന്ന് പറയാം. ഈറ്റ് ഓർ വേറെ. അങ്ങനല്ല, ഞാൻ കുടിക്കത്തരാം. കണ്ണട. ആ, ഈറ്റ്. കഴിക്കും, അവനത് കഴിക്കും. ഒരെണ്ണം കഴിക്കാ? ഒരെണ്ണം മതി. പട്ടി ഫുഡ് ആയതുകൊണ്ട് ഒരളവ് കൊടുക്കാം. പട്ടി ബിസ്ക്കറ്റാ. ഇനി ആ പട്ടിക്കൂടിലൊക്കെ കയറി. പട്ടിയും ഇറക്കി വിട്ടിട്ട് നീ ഞാൻ കയറിയിരുന്നു. അപ്പൊ ഇനി നെക്സ്റ്റ് ഞാനല്ലേ. ഇതിന് ടേസ്റ്റ് ഇല്ലെന്ന്. ആ ഡ്രൂൾസ് എടുത്താൽ കളഞ്ഞോ? ആ ഗൈസ്, അയ്യോ, നോക്കട്ടെ. ഓയില് ഗൈസ്, ഞാൻ എണ്ണ കുടിക്കണം ഗൈസ്, എനിക്ക് വയ്യ. കണ്ണട കുടിക്കാൻ തന്നെ കിട്ടണം. ഇത് ഈറ്റാ. ആദ്യമായിട്ട് വേറെ. ഇതെങ്ങനെ സംഭവം? ഒന്നുകിൽ തലയെക്കൂടെ ഒഴിക്കുക, ഒഴിക്കല്ലേ, അല്ലെങ്കിൽ മുഖത്തോട് ഒഴിക്കുക. മുഖത്ത് ഞാൻ എണ്ണ എനിക്ക് ഏറ്റവും ഇറിറ്റേഷൻ ഉള്ള കാര്യം ഈ എണ്ണ. അതിന് മുഖത്തോട് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ മൈക്ക് തന്നെ മാറ്റിക്കും. ഞാൻ ഒഴിച്ചു തരാം. മതി. എനിക്ക് ഇഷ്ടമായി. എനിക്ക് ഈ ചാനൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ പട്ടി ബിസ്ക്കറ്റ് എന്നിട്ട് എന്തോ പോലെ. അപ്പോൾ ഗൈസ്, വേണ്ടേ ഇന്നത്തെ ഈ ചലഞ്ച് മൊത്തം ഞാൻ എണ്ണ തേച്ച് ഇങ്ങനെ വെക്കേണ്ടി വരും. എനിക്ക് കണ്ടിട്ട് തന്നെ എന്തോ ഇറിറ്റേറ്റഡായി. ഞാൻ തീർക്ക് പെട്ടെന്ന്. അപ്പോൾ അടുത്ത എൻ്റെ അല്ലേ. നോക്ക് ഞാൻ എടുക്കട്ടെ. ഞാൻ പോയി കഴിക്കട്ടെ. വേണ്ട, ഫ്രഷ് ക്രീം. കിട്ടുന്നതൊക്കെ സിമ്പിളല്ലേ. വേറിട്ടോ എനിക്ക് എന്താണ് അവസരം കിട്ടാം. കുറച്ച് കഴിക്കാവുള്ളേ. ഞാൻ ഇച്ചിരി ഈ ഒരു കയ്യിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത്രയും പോലും ഞാൻ എടുക്കുന്നില്ല. കണ്ണുറക്കാൻ പറ്റുമോ?
അതെന്തിനാണ് ഞങ്ങൾ തേച്ചത്? കണ്ണു തുറക്കാൻ പറ്റിയ ഗൈസ് എനിക്കും കിട്ടി ഗൈസ്. പ്രതികാരം അത് വീട്ടേണ്ടതാണ്. ഞാനിപ്പോൾ മണക്കുന്നു, എന്തൊക്കെയോ മണക്കുന്നു. ഇപ്പോൾ വരുന്നേ. എനിക്ക് കണ്ണിനകത്ത് എണ്ണ പോയി. എനിക്ക് നീറുന്നു കണ്ണ്. ഗൈസ് എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണം എന്നൊക്കെയുണ്ട്, പക്ഷേ എൻ്റെ ഹെൽത്ത് എന്നെ അനുവദിക്കുന്നില്ല. അടുത്ത ഞാനല്ലേ. ഇന്നത്തെ ഈ ചലഞ്ച് അമ്മും കൂടെ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു. വേറെ അയ്യോ അതുണ്ടായിരുന്നു. അല്ലാതെ നിങ്ങൾ തിന്നാൽ മതിയായിരുന്നു. എടുക്ക്. അയ്യോ വേറെ ഇതെങ്ങനെ? ഞാൻ കുഴച്ച് ചേച്ചോളാം. തോട്ടിട് ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഫുഡ് വേസ്റ്റ് ചെയ്യുവാണ് എന്നൊക്കെ ഞങ്ങൾ കമൻറ്റ് വരുമായിരിക്കും. പക്ഷെ ഞങ്ങൾ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. അധികം ഫുഡൊന്നും ഞങ്ങൾ വേസ്റ്റ് ചെയ്യുന്നില്ല. അയ്യോ ന്യൂട്ര പറയുമ്പോൾ നല്ല രീതിയിലിരിക്കും. ഞാൻ എൻ്റെ കണ്ണ് കാണുന്നില്ല. സാരമല്ല അവനെ. പഴയ ഇങ്ങനെ ഞെവിടി എടുക്കുക ആദ്യം. കണ്ടാ ഇതുപോലെ ഇങ്ങനെ ഞെവിടി എടുത്തിട്ട് മതി എനിക്ക് ഏക്കട്ടെ മോനെ. ഓക്കെ മുടിയിലൊക്കെ ആക്കിയല്ലേ? ഇല്ല മുടിയൊന്നും ആയിട്ടില്ല ഗൈസ്. ഞാൻ കൈയൊന്നും ഞാൻ മുഖം കൂടെ കഴുകിക്കോട്ടെ. വേണ്ട, ഇതൊരു നാറ്റമായത്. വഴി കൂടെ പോകുന്നവരേക്ക് ഞാൻ എന്തോ വെളുക്കാൻ തേച്ചത് പാണ്ടായോ ഗൈസ്? വേണ്ടല്ലേ. മുട്ട ഗൈസ്, എഗ്ഗ് പിന്നെ എനിക്ക് കിട്ടണേ, ഇത് തിന്നാൻ കിട്ടണേ ഗൈസ്. ഇത് കുടിക്കാനാണെങ്കിൽ ഇവൻ്റെ ഭാഗ്യം, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം ബാക്കി എങ്ങനെയാണ്. ഞാനാ എനിക്ക് നാറുന്നു. എന്നാ കൊണ്ടുപോകും പൊട്ടിച്ചേരാവേ. എന്നാ പൊട്ടിക്ക്. കുടിക്കാനും സിമ്പിളൊന്നും അല്ല ഇത്, പച്ചമുട്ടയാ. ഇറക്ക അടുത്ത ഞാൻ. എൻ്റെ എനിക്ക് നാറിയിട്ട് വയ്യ. പഴവാ. വീറ്റ് പൗഡർ അല്ല ഇത് ഗോതമ്പ് പൊടി. ഈറ്റാണ് ഞാൻ തിന്നും. തിന്നോ, തന്നെ വാരി തിന്നണം. പൊടി മുഴുവൻ തിന്നണം, വേണ്ടല്ലോ. കുറച്ച് തിന്നാൽ മതി. അതല്ല എങ്ങനെ തിന്നുമെന്ന്. ഇങ്ങനെ കയ്യിലോട്ട് എടുക്കുക, അല്ലെങ്കിൽ സ്പൂണിലെടുക്കുക, കോരി അങ്ങോട്ട് വാരിട്ട് എടുക്കുക. ഒരു സ്പൂൺ തിന്നാൽ മതി. ഇതും തിന്നത്തിടുന്നു. ഈറ്റ് ഓർ വേറെ നോക്ക്. കൊണ്ടുവാ വേറെ. എൻ്റെ കഷ്ടകാലം അധോഗതി അല്ല, ഞാൻ എന്തോ പറയാനാ. അങ്ങനല്ല, ഞാനങ്ങ് മുങ്ങിക്കോളാം. നീ വെച്ചോ. വേണ്ട, ഞാൻ തെച്ചോളാം. മതി അടങ്ങിയിരുന്നു. സമാധാനമായില്ലോടാ. കണ്ണിനകത്തൊക്കെ പോയി. ഇപ്പോൾ ഗായ്സ്, ഇതിനകത്ത് നിങ്ങൾക്ക് ആംബുലൻസ് സൗണ്ടൊക്കെ കേൾക്കാം. കാരണം തൊട്ടടുത്ത് റോഡായതുകൊണ്ട്, ആംബുലൻസ് ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ അടുത്തായതുകൊണ്ട് ആംബുലൻസ് ഒക്കെ എപ്പോഴും ഇങ്ങനെ ചീറി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സൗണ്ട് എപ്പോഴും നിങ്ങൾക്ക് കേൾക്കാം. എനിക്ക് വയ്യ, അതൊന്നും എടുക്കുക. അടുത്തതിൻ്റെ അല്ലേ ഹ്രീം മൈ ഹ്രീം കുടിച്ചാ മിൽക്ക്. സിമ്പിളാണ് ഗൈസ് കിട്ടുന്നത്. എനിക്ക് ഞാനെന്ത് ചെയ്യണം? അല്ല, വേറിട്ടാണെങ്കിൽ എങ്ങനെ ഒന്നാതെ മൊത്തം മറ്റേ ഫ്രഷ് ക്രീം. വേറിട്ടാണെങ്കിൽ ഞാൻ ദേഹത്തോട് ഒഴിച്ചോ? ദേഹത്തോട് എന്താ പറ. എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത ടാസ്ക്കൊക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ കുടിക്കാം, ഈ ഒരു പ്രശ്നമില്ല. ആ എണ്ണയുടെ ഇറിറ്റേഷൻ അങ്ങ് മുഖത്തൊന്ന് മാറി കിട്ടി കേട്ടോ. ആ പഴവും ഈ ഗോതമ്പ് പൊടി കൂടെ വന്നപ്പോൾ മുഖം അങ്ങ് ഡ്രൈ ആയതുപോലെ. മറ്റാണ് ഇങ്ങനെ ഓയിലി ആയിട്ടിരിക്കുന്ന എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. ഞാൻ പച്ചപ്പാല കുടിക്കുന്നത് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഞാൻ എന്താ പറയുക, നീ എന്താ പറയുന്നത്? എടുക്ക. എത്രാമത്തെ ഇത്? അഞ്ചാമത്തെ? ഇവിടെ എത്രാമത്തെ എനിക്കറിയില്ല. മൊത്തം 14 എണ്ണം. ഓ, കഞ്ഞിവെള്ളം.
കഞ്ഞിവെള്ളം കുടിക്കാനാണോ ദേഹത്തോട് ഒഴിക്കാനാണോ നമുക്ക് കണ്ടറിയാം. എടേ വേർ ഹീറ്റ് നമുക്കിത് മുഖത്തോട് ഒഴിക്കണോ അത് ദേഹത്തോട് ഒഴിക്കണം അതോ തലക്കൂടെ ഒഴിക്കണം? ഹീറ്റ് വേണ്ട. എനിക്ക് എന്താ പോലെ കഞ്ഞിവെള്ളം ഹീറ്റ് പോലെ പോരാ. എടുക്കുന്നത് അതുപോലെ നമ്മൾ ചെയ്യണം. ഈ മുഖം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് ദേഹത്തോട് ഒഴിക്കാം. അല്ല ഹീറ്റായിരുന്നെങ്കിൽ കുറച്ച് ചോറും ഉപ്പും കൂടി ഇട്ടാൽ കഞ്ഞിയാട്ടം കുടിക്കാമായിരുന്നു. വേണ്ട, അതിനല്ലേ ടസ്ക് വെച്ചേക്കുന്നത്. പഴം മൈക്ക് മാറ്റി ദ്രോഹിക്കാന്ന് കട്ടി കട്ടി ഇറങ്ങി തലക്കൂടെ ഞാൻ തലക്കൂടെ ഒഴിക്കത്തില്ല, ഒന്നാമതെ പനിയാ. അപ്പം കുറച്ച് സോപ്പ് തരുമോ? മതി 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 നിനക്ക് മതിയായില്ലടാ മാറി. നീ എവിടെ നീ മൈക്ക് കൊണ്ട് വെക്കും? അതല്ല ഇതിനപ്പുറം ചാടിക്കാളെ. വെള്ളം ഇറങ്ങല്ലേ. അപ്പോൾ ഗൈസ് അടുത്തത് അത് നീ ഞാൻ അവനെന്നാ നോക്കിപ്പോ. ഓ മൈ ഗോഡ്. യെസ് ചില്ലി ആ പകുതി കഴിച്ച പോലെ. അത് നീ എടുക്ക്. വേറെ ആണോ ഈറ്റാണോ നോക്കാൻ നോക്കും. ഈറ്റാണ് എന്തോ ചെയ്യുന്നത്? ഈറ്റാണോ കഴിക്കണം? അല്ല ശേ വേറാണ് എന്തോ ചെയ്യും? നിന്റെ നാക്കയിൽ ഇങ്ങനെ തേക്കും അല്ലെങ്കിൽ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ തേക്കും. അത് കണ്ണി വീടുവാണ് നിന്റെ ഭാഗ്യക്കേട്. നീ രക്ഷ. എൻ്റെ ദൈവമേ ഈറ്റ് കിട്ടി. ഇത്രയെങ്കിലും കഴിക്കണേ. ഇത്രയെങ്കിലും കഴിക്കുന്നതല്ല അതിൻ്റെ ഒരു മര്യാദ ആണ്. ഇത്രയെങ്കിലും കഴിക്കണം. ഇത്ര ഓ വേണേ ഫ്രഷ് ക്രീം കുടിച്ചോ. എരിവങ്ങ് മാറി കിട്ടും. വേണോ? അപ്പം ഞാൻ അടുത്ത ഞാൻ എടുക്കട്ടെ. ഇച്ചിരി പോസ്റ്റിംഗ് കാണാം. ഇച്ചിരി പോസ്റ്റിംഗ് ആണ് ഇഷ്ടമുണ്ട്. ഗൈസ് എൻ്റെ നല്ല മനസ്സുകൊണ്ട് അവന് ഇച്ചിരി ബൂസ്റ്റ് കൊടുക്കാം. മതി. നീ നിന്നു ഞാൻ നിന്നില്ല. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് ഇനി അതിനകത്തൊരു മൂന്നെണ്ണം കൂടെ ഉണ്ട് ബാക്കി. ഇതിലേതായിരിക്കും ബൂസ്റ്റ്? ഇത് തന്നെ. ഞാൻ പറഞ്ഞില്ലേ മോനെ, ബൂസ്റ്റ് കിട്ടി. ഐസ്ക്രീമാ ഈറ്റേ ഗൈസ് ഈറ്റ് കിട്ടി. എനിക്ക് ഒരെണ്ണമെങ്കിലും ഒരു നല്ല കാര്യം വേണ്ടേ. ഇത് തന്നെ ആയിക്കോട്ടെ. ഇതിങ്ങനെ ഇട്ടിട്ട് ഇതേ എന്തോ ഐസ്ക്രീം തരുന്നുണ്ട്. എത്ര കാര്യമാ? ഇല്ല ഇതിന് മുളകിന് വേണ്ടല്ലോ. തല ഇറങ്ങും. ഒരു വട്ടം വെറുതെ നാരങ്ങ അല്ല വേറെ വേണോ ഏറ്റവും വേണം. ഒരു ഇളവ് കൊടുത്തേക്കാം. നീ കുടിച്ചോ. ഇതാണ് അളവ്. ആ എരിവങ്ങ് മാറട്ടെ. കുടിച്ചോ. കൂടും. കുടിച്ചോ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. കുടിച്ചോ. അതാണ് ഇളവ്. അപ്പം ലാസ്റ്റ് അപ്പം ഇതിനകത്ത് ലാസ്റ്റ് ഉള്ളത് എന്തായിരിക്കും? ഐസ്ക്രീം. അയ്യോ പഴം. ഇപ്പം തിന്നാൻ പറ്റത്തില്ല. ചലഞ്ച് കഴിഞ്ഞിട്ട്. അത് ഇവിടുത്തെ മര്യാദയാ. ഐസ്ക്രീം ഈറ്റ് ഓർ വേർ. അയ്യോ നിങ്ങനല്ലല്ലേ വരണ്ടേ. വേറായിപ്പോയി. പിന്നെ എങ്ങനെയാ മുഖത്ത് വെക്കും? ഇങ്ങോട്ട് വാ. അങ്ങനെ ചെയ്തുകൂടാ. നിൽക്കുക. ഞാൻ മുടിയൊന്നും മാറ്റിക്കോട്ടെ. ഇല്ല മുടിയെ മൊത്തം ഐസ്ക്രീം. അയ്യോ കഴിഞ്ഞോ? ഞാൻ തിന്നുവാണെ കുറച്ച് ചലഞ്ചെല്ലാം കഴിഞ്ഞ് എനിക്ക് ഇരിക്കുന്നു. ഓക്കെ അകത്തൊക്കെ കയറിപ്പോയി. അപ്പോൾ ഇനിയുണ്ടോ? ഇല്ലല്ലേ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ സാധനങ്ങളെല്ലാം തീർന്നു. അതിൽ ഏറ്റവും കഷ്ടപ്പാടായിട്ടുള്ള സാധനം കിട്ടിയ എനിക്കാണ്. എന്തുവാ? നിനക്ക് ആ മുളക് മാത്രമേ ഉള്ളൂ കിട്ടിയത് പാടായിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം എനിക്കാണ് കിട്ടിയത്. പണി മൊത്തം. പഴം തിന്നട്ടെ. പഴം തിന്നുവോ കളയോ എന്നാന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒന്നും വേസ്റ്റ് ആക്കരുതല്ലേ. അയ്യോ വേറൊരാൾ സംസാരിക്കുന്നവരെ തോന്നുന്നു. വേണോ ഇനി? എനിക്ക് എരിവ് ഒട്ടും സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു ചലഞ്ച് ഇവിടെ തീർക്കുക. അപ്പോൾ ഞങ്ങളെ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവുമോ ഇല്ലയോ ഒന്നും എനിക്കറിയത്തില്ല. എനിക്ക് എന്നെ കണ്ട് മനസ്സിലാവുന്നില്ല. പിന്നെ അല്ലേ അവർക്ക് എനിക്കെന്താ പറയാം. എനിക്ക് പെട്ടെന്ന് വൈൻഡപ്പ് എനിക്കൊന്ന് കഴിയണം. ഔട്ടർ പറയണോ അല്ലേ? അപ്പോൾ ഗൈസ് ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ ഗൈസ്
മുഖമൊക്കെ കഴുകിയിട്ട് ഔട്ട്രോ പറയാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ വേണ്ട, ഇനി മുഖമൊക്കെ കഴുകാനായിട്ട് പിന്നെ സമയം എടുക്കും. ഞങ്ങൾ എങ്ങനെ ചലഞ്ച് ചെയ്തോ അതുപോലെ ഔട്ട്രോ പറയണം എന്നൊന്ന് ഒരിതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അത് ഇവന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എൻ്റെ മുഖത്ത് എന്തൊക്കെയാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പഴം, ഓയില്, ഐസ്ക്രീം, ഗോതമ്പ് പൊടി എല്ലാം എൻ്റെ മുഖത്ത് തന്നെ. എനിക്ക് കൂടുതലും തിന്നാനാണ് കിട്ടിയത്. അതുപോലെ ഒരു മുളകും കിട്ടി, സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. നിൻ്റെ ദേഹത്ത് പിടിക്കട്ടെ. മുളകും കിട്ടോ, എന്നാ ദേഹത്ത് പിടിക്കാനാണ്. അത് പോട്ടെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു ചലഞ്ച് ഫുള്ള് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 14 ടാസ്ക് ഉണ്ടായിരുന്നു, 14 ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഒരാൾക്ക് 7 ടാസ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു ചലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ 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 എന്തുവാ ഇത്? പഴമുണ്ട്, ഗോതമ്പ് എല്ലാം ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു ചലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് മെയിനാണ്. ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ വി ആർ ഡബിൾ ബാരൽ സൈനിങ് ഓഫ്. ബൈ ബൈ.